നമ്മുടെ എൻ്റെയും നിൻ്റെയും ഒക്കെ സുഹൃത്തായിട്ടുള്ള സന്ദീപ് ജി വാര്യരുടെ പിന്നാലെയാണ് ഇന്ന് മാധ്യമ കേരളം. അദ്ദേഹം ഏതാനും ദിവസത്തെ ഏതാണ്ട് 1-2 ആഴ്ചത്തെ ആശങ്കകൾക്കൊടുവിൽ ഈ എന്താ പറയുക ഊഹാപോഹങ്ങൾക്കൊക്കെ അപവാദങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും കഥകൾക്കും കെട്ടുകഥകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ്സിൽ പോയി ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് കേൾക്കുന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും കൗതുകം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെയോ അല്ല, CPM-ൻ്റെ പ്രതികരണങ്ങളാണ്. ഒരു കേൾക്കുന്ന മാത്രയിൽ മനുഷ്യൻ്റെ മറവി ഒന്ന് ഈ മനുഷ്യൻ കണ്ട കാഴ്ചകൾ കേട്ട വാക്കുകൾ മറക്കാൻ സമയം കൊടുത്തിട്ടാണെങ്കിൽ നന്നു. ഇന്നലെ വരെ ഈ സന്ദീപ് വാര്യരുടെ പിന്നാലെ CPM-ൻ്റെ കേരള നേതാക്കൾ നടന്നുകൊണ്ടേയിരിക്കുന്നതും പ്രതീക്ഷയർപ്പിച്ചതും വലിയ പ്രതീക്ഷയോടെ ഈ അദ്ദേഹത്തെ സുഖിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ CPM-ൻ്റെ നേതാക്കൾ ഒന്നൊന്നായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അയാളെ ആഗ്രഹിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ ഏറ്റവും രൂക്ഷമായിട്ട് പറഞ്ഞത് നമ്മുടെ യുവ നേതാവ് MP രാജേഷാണ്. MP രാജേഷിന് അതിന് പ്രത്യേകമായ കാരണങ്ങളും ഉണ്ടാവും. MP രാജേഷാണ്, ഒന്ന് പാലക്കാട്ടുകാരനാണ്. MP രാജേഷ് പറയുന്നത് ഇത്ര വൃത്തികെട്ട, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വേറെ എന്തൊക്കെയോ ആണ്, വൃത്തികെട്ട വർഗീയ വിഷം, ഇമാതിരി വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഞങ്ങൾ എങ്ങനെ ആലോചിക്കാനാണ്, ഞങ്ങൾക്കും അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല എന്ന മട്ടിലാണ്. ഇതാണ് സ്ഥിതി. മാത്രമല്ല അതേ സമയത്ത് AK ബാലനാണ് ഏറ്റവും ശക്തമായിട്ട് സന്ദീപ് വാര്യരുടെ പിന്നാലെ നടന്നിരുന്നത്. CPM-കാർ മാത്രമല്ല. അപ്പോൾ AK ബാലൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, സന്ദീപ് വാര്യയെക്കുറിച്ച് വലിയ വാഴ്ത്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ MP രാജേഷ് അതിനെക്കുറിച്ച് പറയുന്നത് ബാലേട്ടൻ നല്ല മനുഷ്യനായതുകൊണ്ട് ആരെക്കുറിച്ചും നല്ലത് പറയുന്ന, അതാണ് കമൻറ്റ്. ഈ സമയത്ത് എല്ലാവരും അതിലൊരു രഹസ്യമുണ്ട് നമുക്കത് അതിലേക്ക് വരാം. അപ്പോൾ CPM മാത്രമല്ല, CPI-ക്കാരും പിന്നാലെ നടന്നു. ആർക്കും കിട്ടാതെ ഇപ്പോൾ കോൺഗ്രസ്സിലേക്കാണ് സന്ദീപ് വാര്യർ പോയിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കളുടെ പ്രത്യേകിച്ച് CPM നേതാക്കളുടെ ഇപ്പോഴത്തെ പ്രതികരണത്തെക്കുറിച്ച് എന്താണ് അതിൻ്റെ ഒരു ഒറ്റ വാക്കിൽ പറയാം, ഒറ്റ വരിയിൽ പറയാം, കിട്ടാത്ത മുന്തിരി പുളിക്കും. അതാണ് അവരൊരുപാട് ശ്രമിച്ചു നോക്കി. സന്ദീപ് വാര്യരെ പോലെ ചടുലമായി സംസാരിക്കുന്ന നേതൃഗുണമുള്ള ഒരാൾ, അയാൾ ഇപ്പോൾ BJP-ന്ന് പോയി എന്ന് വെച്ചാൽ അയാളുടെ ഗുണങ്ങൾ, ക്വാളിറ്റീസ് ഇല്ലാതാവുന്നില്ല, പഠിച്ചു പറയുന്നു. അതെ, പഠിച്ച് കാര്യങ്ങൾ, ചാനൽ ചർച്ചകളിൽ കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ഒരു നേതാവാണ്. അത് ബാക്കിയൊക്കെ അവരുടെ ഇന്നർ പൊളിറ്റിക്സാണ്, BJP-ക്ക് ഉള്ളിലെ പ്രശ്നങ്ങളാണ്. അത് സ്വരച്ചേർച്ചയില്ലാതായിരിക്കാം. സന്ദീപ് വാര്യർക്ക് അവരോട് ചർച്ചയില്ല, അവർക്ക് സന്ദീപ് വാര്യരോട് ചർച്ചയില്ല, നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു, പല കാരണങ്ങൾ കാണാം. അതിനകത്ത് ജെനുവിനായിരിക്കാം, അല്ലായിരിക്കാം, ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ടാകാം. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പാർട്ടിക്ക് ഉള്ളിൽ നടക്കുന്നതിനെക്കുറിച്ച് ഈ ലഭ്യമാകുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കിയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇരിക്കട്ടെ, സന്ദീപ് വാര്യർ പോയി, K. സുരേന്ദ്രനോടും C. കൃഷ്ണകുമാറിനോടും ഒക്കെ വിയോജിച്ചുകൊണ്ട് പോയി. അയാളെ അപമാനിച്ചു, ആക്ഷേപിച്ചു എന്നൊക്കെയാണ് അയാളുടെ പരാതി. അപ്പോൾ അയാൾക്ക് അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ തീരുമാനമെടുത്ത് പോയി. മറിച്ച് മറ്റവർ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല, ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് എന്നൊക്കെ പറയുന്നു. രണ്ട് വശവും നമുക്ക് കേൾക്കാം. പക്ഷേ CPM-ലേക്ക് സന്ദീപ് വാര്യരെ ക്ഷണിച്ച് ആദ്യമായിട്ട് ഈ സന്ദീപ് വാര്യർ പിണങ്ങി ഉടക്കി എന്നുള്ള വിവരം അറിയുമ്പോൾ തന്നെ സന്ദീപ് വാര്യരെ ക്ഷണിക്കുന്നത് AK ബാലനാണ്. അതെ, ആദ്യം ഈ ബാലൻ പാലക്കാട് ജില്ലയിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള നേതാക്കളിൽ ഒരാളാണ്. അതുപോലെ അടുപ്പമുള്ള ഒരാൾ തന്നെയാണ് MP രാജേഷും. പക്ഷേ രാജേഷിനേക്കാൾ ഒരു പടി മുകളിൽ തറവാടിത്തമുള്ളത് AK ബാലനാണ്. ആ ബന്ധത്തിൽ കുറെ അതെ, പിണറായിയുമായുള്ള ആഴത്തിലുള്ള ഒരു ബന്ധം AK ബാലനുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യവും കൂടെ വെച്ചുകൊണ്ടാണ് ബാലൻ സന്ദീപിനെ പിക്ക് ചെയ്യാൻ. പിണറായി പക്ഷത്തേക്ക് MP രാജേഷ് കാലുമാറി വന്നതാണ്. അതെ, അത് പഴയ SFI ചരിത്രം മാഷിന് അറിവുണ്ടാവുമല്ലോ. എന്തായാലും അതുകൊണ്ട് പിന്നെ രാജേഷിന് ഗുണമേ ഉണ്ടായുള്ളൂ, ദോഷമൊന്നും ഉണ്ടായില്ല. ലോക്സഭയിലേക്ക് മത്സരിച്ചു, ജയിച്ചു, 2 തവണ ജയിച്ചു. 3ാമത്തെ തവണയാണ് അദ്ദേഹം തോറ്റുപോയത്. 2019 ഞാൻ കരുതിയിരുന്നത് രാജേഷ് മാത്രമേ ലോക്സഭയിലേക്ക് പോവുള്ളൂ എന്നാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ആദ്യം തോറ്റത് രാജേഷാണ്, പാലക്കാട് നിന്ന്. ഇരിക്കട്ടെ, അത് മറ്റൊരു ചരിത്രം. അപ്പോൾ പിന്നെ നമ്മുടെ സന്ദീപ് വാര്യർ
ബാലൻ വളരെ സത്യസന്ധമായിട്ട് വിളിച്ചു, മോനെ ഇങ്ങ് വാ, നമുക്കിവിടെ കൂടാം, നിന്നെ പോലെ ഒരാളെ കിട്ടിയാൽ ഞങ്ങളത് ആഘോഷിക്കും. ഞങ്ങൾക്ക് മാത്രമല്ല, ഞാൻ അറിഞ്ഞത് ഷൊർണൂർ സീറ്റ് കൊടുക്കാം എന്നായിരുന്നു CPM-ൻ്റെ ഒരു ധാരണ. അത്തരം ചർച്ചകളൊക്കെ നടന്നു. പിന്നെ CPI-ക്കും പിന്നെ അത് മാഷിന് അറിയാമല്ലോ, CPI-യുടെ പൊളിറ്റിക്സ് അവിടുത്തെ കുറച്ചുകൂടെ മാഷിന് പറയാം, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. CPI-യും പട്ടാമ്പി സീറ്റിലേക്ക് കൊടുക്കാമെന്നൊരു ചർച്ച സന്ദീപ് വാര്യരുമായിട്ട് നടത്തിയെന്നാണ് എനിക്ക് പൊതുവേ നമ്മുടെ മുതിർന്ന മണ്ണാർക്കാടുണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കം നൽകുന്ന വിവരം അതാണ്. അപ്പോൾ അത് പട്ടാമ്പി സീറ്റിനെ കുറിച്ച് മാഷ് പറയുമായിരിക്കും. ഞാൻ മറ്റു വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ രാജേഷ് ഈ പറഞ്ഞത് നേരെ മറിച്ച് ഇയാൾ ഇങ്ങോട്ടാണ് വന്നിരുന്നെങ്കിലോ കൊണ്ട് നടന്ന് ആഘോഷിച്ച് മാധ്യമങ്ങളിൽ കൂടെയൊക്കെ നരേന്ദ്രമോദിയെയും പിന്നെ RSSനെയും സംഘപരിവാറിനെയും സകലമാന ആൾക്കാരെയും തെറി പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഇത് കോൺഗ്രസിലേക്ക് പോയപ്പം അയാള് കൊള്ളരുതാത്തവനായി. അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഭാവനയും കണ്ടു നോക്കാം. അപ്പൊ MP രാജേഷിന്റെ ഒക്കെ ഒരു സരസ്വതി വിലാസം നമ്മൾ കാണേണ്ടി വരും. അതെ. അയ്യോ, ഈ പിന്നെ നമ്മൾ എന്താ പറയണ്ടേ, മലയാളത്തിൽ ഇല്ലാത്ത വാക്കുകളൊക്കെ എടുത്ത് പറയും. ഇതിനപ്പുറത്തേക്ക് അതിൽ വേറൊരു രാഷ്ട്രീയമുണ്ട് മാഷെ. അതെന്താന്ന് വെച്ചാൽ സന്ദീപ് വാര്യരുടെ വരവ്, സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒട്ടും യോജിപ്പില്ലായിരുന്നു. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ മകളെയും ഒക്കെ ചാനൽ ചർച്ചകളിൽ രൂക്ഷമായി ആക്രമിച്ച ഒരാളാണ് സന്ദീപ് വാര്യർ. പിണറായി വിജയനാണ് പകയുടെ ആൾരൂപം തന്നെയാണ്. പിണറായി വിജയനെ അത് മറക്കാൻ സാധിക്കില്ല. അപ്പോൾ ബാലൻ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, AK ബാലൻ സത്യത്തിൽ വളരെ നല്ല സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവാണ്, ശുദ്ധനാണ്. ഞാൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല പത്രസമ്മേളനങ്ങളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പത്രക്കാർ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ലാവ്ലിൻ കേസൊക്കെ നടക്കുമ്പോൾ ഇദ്ദേഹം അന്ന് വൈദ്യുതി മന്ത്രിയാണ്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹമാണല്ലോ വൈദ്യുതി മന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ലാവ്ലിൻ ഇതൊക്കെ നടക്കുന്നത്, ഈ CBI അന്വേഷണം ഇത് ബഹളമൊക്കെ നടക്കുന്നത്. അപ്പോൾ തിരിച്ചും മറിച്ചും എന്താ പറയുക, കാച്ചിയും കുറുക്കിയും ഒക്കെ ചോദ്യങ്ങൾ വരികയാണ്. ഇദ്ദേഹം വളരെ വെള്ളം കുടിച്ചെങ്കിലും പുള്ളി വളരെ തന്ത്രപരമായിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ ഞാനും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പിന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ പിന്നെ മോശമായിട്ട് സംസാരിക്കുകയോ നമ്മളോട് അതൊന്നുമില്ല. വളരെ ജെന്യുവിനായിട്ട് വളരെ വേറെ എന്ത് ദോഷം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാലും ധാർഷ്ട്യം എന്ന ദോഷം അങ്ങനെ ഒരു സംഭവമേ എനിക്ക് പലപ്പോഴും ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, എന്നോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, നല്ല വാർത്തകളെ അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ട്. അതൊക്കെ വേറെ കാര്യം. അപ്പോൾ മൂപ്പര് വളരെ തന്ത്രപരമായിട്ട് രക്ഷപ്പെട്ടാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം വിചാരിച്ചില്ല പിണറായി വിജയൻ ഇതിനെ എതിർക്കും എന്ന് അദ്ദേഹം വിചാരിച്ചില്ല. ഈ തുടക്കത്തിൽ സന്ദീപ് വാര്യരെ അനുകൂലിച്ച് ക്ഷണിച്ചൊക്കെ വന്ന ബാലൻ പിന്നെ സൈലൻ്റായി. അത് ശരി, അത് വിളി വന്നിട്ടുണ്ട്. ഇപ്പോൾ MP രാജേഷും ആദ്യമൊക്കെ MP രാജേഷ് ബാലൻ സഖാവിനേക്കാൾ കുറെ കൂടെ ബുദ്ധിമാനാണ്. ബാലൻ സഖാവ് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. പുള്ളിക്ക് വക്ര ബുദ്ധിയും വളഞ്ഞ ബുദ്ധിയൊന്നുമില്ല. പക്ഷെ രാജേഷിന് അത്യാവശ്യം അതൊക്കെ ഉണ്ട്. രാജേഷിന് അതെ. അതുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിലെ MP-യും മന്ത്രിയൊക്കെ ആയത്. അപ്പോൾ രാജേഷിന് ഈ അപകടം മനസ്സിലായി. സഖാവ് കോപിക്കും, സഖാവിൻ്റെ എന്താ പറയണ്ടേ അപ്രീതിക്ക് മാത്രമാകണ്ട. അതുകൊണ്ട് രാജേഷ് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു യു ടേൺ എടുത്തു. പക്ഷെ എന്നാലും ഇവർ ജില്ലാ സെക്രട്ടറിയും ഇവരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇയാൾ വരുമെങ്കിൽ വരട്ടെ, നമുക്ക് എങ്ങനെയെങ്കിലും സഖാവിനെ കൂടെ നമുക്ക് സോൾവ് ചെയ്യാം, കോംപ്രമൈസ് ചെയ്യാം എന്നൊക്കെ ഇവർ വിചാരിച്ചിരുന്നു. ഒന്നും നടന്നില്ല. പാലക്കാട്ട് എനിക്ക് തോന്നുന്നു ഒരു പുതിയ ഗ്രൂപ്പിസം CPM രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ CPM-ന്റെ ഗ്രൂപ്പുകളൊന്നും സ്റ്റേറ്റ് തലത്തിലല്ല, സംസ്ഥാന തലത്തിൽ ഗ്രൂപ്പില്ല. അല്ല, സംസ്ഥാന തലത്തിൽ ഇപ്പോൾ ഒരാളേ ഉള്ളൂ പാർട്ടിയിൽ, ബാക്കിയെല്ലാം അദ്ദേഹം തന്നെ ഒതുക്കി. പക്ഷേ ജില്ലകളിൽ ഗ്രൂപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിനുള്ളിൽ ഗ്രൂപ്പുകളാണ്, ഗ്രൂപ്പിൽ ഗ്രൂപ്പാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു ഒറയിൽ 2 വാൾ ഇറങ്ങട്ടെ, ഇത് 2 അല്ല 4 വാളും ഇറക്കും. അങ്ങനത്തെ അവസ്ഥയാണ് CPM-നുള്ളിൽ. അപ്പോൾ ഈ സന്ദീപ് വാര്യർ അതേസമയം കോൺഗ്രസ് എന്ത് ചെയ്തു? വളരെ സമർത്ഥമായിട്ട്. ഇപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാലാണ്. KC പറയുന്നതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ സോണിയോ ഒന്നും പോവില്ല. ആ കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ, നെഹ്റു കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ KC വേണുഗോപാലിനൊരു പ്രത്യേക കഴിവുണ്ട്. അദ്ദേഹം നല്ല ഒന്നാന്തരം രാഷ്ട്രീയക്കാരനാണ്, നന്നായിട്ട് രാഷ്ട്രീയം അറിയുന്ന ആളാണ്. നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെയും വിശകലനം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ ചൂരും ഉള്ള ഒരാളാണ് KC വേണുഗോപാൽ.
അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് കളിച്ചു. കോൺഗ്രസിൽ നിന്ന് തന്നെ ഈ വിവരം ചോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ രഹസ്യമാക്കി വെച്ചു. വളരെ തന്ത്രപരമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്തു. അങ്ങനെ അതായത് ആരെ കൊണ്ട് സംസാരിപ്പിക്കണോ അവരെ കൊണ്ട് സംസാരിക്കും. അത് ശരിയാണല്ലോ അല്ലേ? ഈ കോലാഹലങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും സന്ദീപ് കോൺഗ്രസിൽ പോകുന്ന ആരും പ്രതീക്ഷിച്ചില്ല, പറഞ്ഞിട്ടില്ല. സന്ദീപും പറഞ്ഞിട്ടില്ല, ഇവരും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ അപാരമായ ഘ്രാണശേഷിയുള്ള ഒറ്റ മാധ്യമപ്രവർത്തകർ ഘ്രാണശേഷിയൊന്നും ഇല്ല മാധ്യമപ്രവർത്തകർക്ക്. ഇവിടെ ഈ എന്താ പറയുക, CPM-ന് കുഴലൂതുന്ന പൊറോട്ട് നാടകം നടത്തുന്ന കുറേ ആൾക്കാരല്ലാതെ ഇവർക്ക് എന്ത് മാധ്യമപ്രവർത്തനം പാരമ്പര്യം ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് സംശയമുണ്ട്. നമ്മുടെ പല നല്ല മാധ്യമപ്രവർത്തകരുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കേരളം, ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇന്ന് അതൊക്കെ പോയി. ഇന്ന് അവർക്ക് ഈ പറഞ്ഞതുപോലെ എന്തും ഏതും വിടക്കാക്കി തനിക്കാക്കാൻ വേണ്ടി CPM-ന് കൂട്ടുനിൽക്കുക. അതല്ലാതെ അവർക്ക് ആരോഗ്യകരമായ കരുത്തുറ്റ ജനാധിപത്യപരമായ ഒരു മാധ്യമപ്രവർത്തനം കേരളത്തിൽ എവിടെയാണ് നടക്കുന്നത്? ഒരിടത്തുമില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആളാണ്. എനിക്ക് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തനം ഞാൻ മോശമായിട്ട് അവരെ ആക്ഷേപിച്ച് പറയുന്നതല്ല. പ്രത്യേകിച്ചും ചാനലുകൾ, പത്രങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പിന്നെയൊരു ആ ഒരു വിശ്വാസ്യത ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചാനലുകളിൽ എന്താണ് നടക്കുന്നത്? ഇപ്പോൾ പറയുന്നതല്ല അടുത്ത നിമിഷം പറയുന്നത്, ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, അതല്ല നാളെ പറയുന്നത്. ചുരുക്കത്തിൽ ഈ കേരള രാഷ്ട്രീയം ഒരു വേണു മാജിക്കിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട. വളരെ കൃത്യമായിട്ട് ഈ കേരളത്തിലെ UDF-നെയും LDF-നെയും BJP-യെയും KC വേണുഗോപാലായിരിക്കും ഭാവിയിൽ നിയന്ത്രിക്കാൻ പോകുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. KC വേണുഗോപാലിൻ്റെ കയ്യിലേക്ക് ആ കടിഞ്ഞാൺ എത്തിക്കഴിഞ്ഞു. അത് വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം VD സതീശനെ കൊണ്ടാണെങ്കിലും പിന്നെ ഇനിയിപ്പോൾ BJP-യിലുള്ള ആൾക്കാരെയും ഒക്കെ അദ്ദേഹത്തിന് വരുതിക്ക് നിർത്താനുള്ള കഴിവുണ്ട്. ഭാവി കേരളത്തിലെ ലീഡർക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം KC വേണുഗോപാൽ എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കരുത്തുറ്റ ഒരു എതിരാളി K മുരളീധരനാണ്. ആ K മുരളീധരൻ ഇന്ന് എവിടെ നിൽക്കുന്നു? പോയി. ഇനി രമേശ് ചെന്നിത്തല ഒരു പാവം, പുള്ളി ഈ പറഞ്ഞ പോലെ നമ്മളെ AK ബാലൻ്റെ കാര്യം പറഞ്ഞ പോലെ സഖാവിനെ പോലെയാണ് ഇദ്ദേഹവും. പുള്ളി വലിയ അപകടമൊന്നും ഉണ്ടാക്കാത്ത ഒരു സാധു മനുഷ്യനാണ്. പിന്നെ ഇച്ചിരി ഈ സ്ഥാനത്തിനോടൊക്കെ ഇത്തിരി താല്പര്യമുണ്ട്. പിന്നെ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്, തുടക്കം തൊട്ട് കോൺഗ്രസ്സിൽ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് മുഖ്യമന്ത്രിയാകണം എന്ന് മാത്രമാണ്. അതൊരു പക്ഷേ KC അതിനുള്ളൊരു ചെറിയ വഴിമരുന്നിടും. 1-2 കൊല്ലം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് UDF-ന് അധികാരം കിട്ടുകയാണെങ്കിൽ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പുറത്ത് പിണറായി വിജയനും അപ്പുറത്ത് KC-യും ആണെങ്കിൽ അത് നല്ല ഫൈറ്റിലേക്ക് എത്തും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിനിടയിൽ സന്ദീപിന് കാര്യമായി എന്തെങ്കിലുമൊക്കെ വേണു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വളരെ വലിയ സന്ദീപ് എവിടെയെങ്കിലും എത്തിച്ചേരട്ടെ അല്ലേ? അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടം കൂടിയായി മാറട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. പാർട്ടി മാറിയതും മാറാതിരിക്കുന്നതും ഇനിയിപ്പോൾ നാളെ തിരിച്ചു അതൊക്കെ അയാളുടെ സ്വന്തം കാര്യം. മാത്രമല്ല അയാളല്ലേ അനുഭവിച്ചിട്ടുണ്ടാവുക. അതെ അയാളുടെ വ്യക്തിപരമായ അനുഭവങ്ങളാണ്. നമുക്കതിനകത്ത് എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. അതുകൊണ്ട് എല്ലാവരും നല്ലതായി വരട്ടെ. എന്തായാലും CPM ഇനിയും ഈ ശ്രമം തുടരണം. സന്ദീപ് വാര്യരെ കിട്ടുമെങ്കിൽ അവർ ഇടം കൊടുക്കണം എന്നാണ്. CPM ഈ സ്വന്തം വാക്കുകളുടെ പരിഹാസ്യത വെറുതെ ഒന്ന് റോൾ ചെയ്ത് ഈ ഛർദ്ദിച്ചത് വിഴുങ്ങുന്ന സ്വഭാവം സ്വന്തം വാക്കുകൾ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് തലേന്ന് പറഞ്ഞതെങ്കിലും ഒന്ന് ഓർത്തുകൊണ്ടൊക്കെ എല്ലാ ദിവസവും ഉറങ്ങാൻ പോയാൽ നല്ലതാണ്. അത് പരിഹാസ്യത കുറഞ്ഞിട്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ചികിത്സ. MB രാജേഷിനൊക്കെ ഇനിയും അത് സമയമുണ്ട്. അതെ. ഓക്കെ.